ഹേ ഗായ്സ്! അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോൺസ് ഫ്രൈ കണ്ടാലോ? ഒരു കേരള സ്റ്റൈലാണ് എടുക്കുന്നത്. ഞാൻ നോർമൽ വേയിലാണ് മിക്കപ്പോഴും എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ അമ്മയോട് കുസ്തി പിടിച്ച് കുറച്ച് പ്രോൺസ് എടുത്ത് മാറ്റിയിട്ട് ഈർക്കിൽ കുത്തി എങ്ങനെയാണ് പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതെന്നൊന്ന് കണ്ടാലോ? നോർമൽ വേയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് പ്രോൺസ് ഇവിടെ ഞാനൊരു 7 പ്രോൺസാണ് എടുത്തത്. അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈർക്കിലെടുത്ത് എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേ. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷായ കുരുമുളക് എടുക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണക്കിയ കുരുമുളകാണ്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഒരു ഹാഫ് ലെമണും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് നമുക്കൊന്ന് നല്ലൊരു പേസ്റ്റ് ആക്കിയാലോ. ഞാനിത് നമ്മുടെ നാടൻ രീതിയിൽ അരകല്ലിൽ അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് പ്രോൺസിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമ്മൾ മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അതെല്ലാം ഇട്ടിട്ട് ഒരു ഫ്ലേവറിനാണ് ഈ നാരങ്ങ ഒഴിക്കുന്നത്. ആ മസാലയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി. എന്നിട്ട് കുറച്ച് നാരങ്ങാ നീരൊഴിച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുക കുറച്ച് ഫ്ലേവറിനായിട്ട്. അത് നല്ലതായിട്ട് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. കൈ നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് വേണേ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ. എന്നിട്ട് നല്ലതായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ട് ഞാൻ നല്ല പച്ച ഓലയുടെ ഈർക്കിലെടുത്തിട്ട് ഓരോരോ പ്രോൺസും ഇതിനകത്തിൽ ഇങ്ങനെ കുത്തി 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 കയറ്റി വെച്ചേ. ഇതുപോലെ ഓരോ കൊഞ്ചും എടുത്തിട്ട് ഇതുപോലെ സ്മൂത്തായിട്ട് നല്ല ജെൻറ്റിലായിട്ട് വേണം ഇത് ഇതിനകത്ത് കുത്തി കയറ്റാൻ വേണ്ടി. ഞാൻ സാധാ രീതിയിൽ ഇങ്ങനെ ഈർക്കിലൊന്നും അല്ല ഫ്രൈ ചെയ്യാറ്. നോർമൽ രീതിയിൽ തന്നെ ഇങ്ങനെ മസാലയൊക്കെ തേച്ചിട്ട് നോർമൽ രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യാറ്. അപ്പോൾ ഇന്ന് വേറൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് ഈർക്കിൽ കയറ്റി കയറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അമ്മയാണെങ്കിൽ കറി വെക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചിൽ നിന്നാണ് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറേ നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5 തൊട്ട് 6 മിനിറ്റ് വരെ മാഗ്നേറ്റ് ചെയ്ത് എന്നിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് നല്ലൊരു പാൻ എടുത്തിട്ട് അതിൽ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് അതിലോട്ട് ഇടണം. ഇതാ ഇങ്ങനെയാണ് ഇടുന്നത്. ആ ഒരു സൗണ്ട് കേട്ടില്ലേ? ആ സൗണ്ട് കേൾക്കാൻ നല്ല രസമല്ലേ? ആ ഒരു തിളച്ച എണ്ണയിലോട്ട് ആ പ്രോൺസ് ഇടുമ്പോൾ ആ സൗണ്ട് എഫക്റ്റ് നല്ല രസമല്ലേ? അപ്പോൾ ഞാനത് തിരിച്ചിടാൻ നോക്കുമായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയില്ല. അപ്പോൾ അമ്മ വന്ന് തിരിച്ചിട്ട് തരുവാണേ. ഇത് കണ്ടില്ലേ? അങ്ങോട്ട് നമ്മൾ നല്ലതായിട്ട് ഫ്രൈ ആവുന്നിടം വരെ നല്ലതായിട്ട് തിരിച്ചിടണേ. കണ്ടില്ലേ? അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ പ്രോൺസ് ഫ്രൈ നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ നോട്ടിഫിക്കേഷനായി എത്തത്തുള്ളൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.